നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കളത്തിലിറങ്ങുന്നത് അർജന്റീനയാണ്. ജീവൻ മരണ പോരാട്ടമാണ്. ജയിച്ചാൽ മാത്രമാണ് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാനാവുക. നെഞ്ചിടിപ്പേറുന്നത് തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തു മാത്രമല്ല, തെക്കനേഷ്യയുടെ തെക്കേ അറ്റത്തു കൂടിയാണ്. അത്രമേൽ അർജന്റീന ആരാധകർ കേരളത്തിലുണ്ട്. മാറഡോണയും മെസ്സിയുമൊക്കെ മലയാളിക്ക് IM വിജയനോളം പരിചിതരും പ്രിയപ്പെട്ടവരുമാണ്. നയിക്കാൻ ഇതിഹാസ താരം കാൽപന്ത് മാന്ത്രികൻ മെസ്സിയുണ്ട്. പക്ഷേ സമീപകാല കളിച്ചരിത്രം അർജന്റീനയ്ക്ക് അത്ര അനുകൂലമല്ല. ആരാധക പെരുക്കത്തിനൊപ്പം അർജന്റീനയെ എതിർപക്ഷത്ത് നിർത്തുന്ന ആരാധകരുടെ എണ്ണത്തിനും ഒട്ടും കുറവില്ല. കവികളെന്നും കാൽപ്പനികരെന്നും പരിഹാസപ്പേരേറെയുണ്ട് അർജന്റീനൻ ആരാധകർക്ക്. ഇന്ന് പോളണ്ടിനെ മറികടന്ന് അർജന്റീനയ്ക്ക് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാനാകുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. തിരുവനന്തപുരത്ത് നിന്നും സുരേഷ് കുമാറാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സുരേഷ്, കേരളത്തിലേറെ ആരാധകരുള്ള രാജ്യമാണ് അർജന്റീന. അർജന്റീനൻ ഫുട്ബോളിനെ ആരാധിക്കുന്ന അത്രത്തോളം പേർ കേരളത്തിൽ എമ്പാടുമുണ്ട്. ഇന്ന് അർജന്റീന ജയിച്ച് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കുമോ? തീർച്ചയായിട്ടും. കാരണം അർജന്റീന എന്നത് എപ്പോഴും പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു ടീമാണ്. ഇതിനു മുമ്പ് തന്നെ കാമറൂണിനോട് പരാജയപ്പെട്ട അർജന്റീന ഏത് തലത്തിലെത്തിയെന്ന് നമ്മൾ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടത് എപ്പോഴും എത്തിയെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ ആദ്യ മത്സരം പരാജയപ്പെട്ടിട്ട് ഫൈനൽ വരെ എത്തിയ ചരിത്രവും അർജന്റീനയ്ക്കുണ്ട്. തീർച്ചയായിട്ടും അർജന്റീനയുടെ ഒരു ലൈനപ്പ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ആ ലൈനപ്പിന് ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു കരുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. അവരുടെ ആ സൗദിയോട് മത്സരിച്ച് തോറ്റൊരു ടീമായിരുന്നില്ല അർജന്റീന കഴിഞ്ഞ കളി കാഴ്ചവെച്ചത്. നമുക്കറിയാം, അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ടീമെ അല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അർജന്റീന ഇന്ന് ജയിച്ച് പ്രീ ക്വാർട്ടർ കടക്കുമെന്ന് തന്നെയാണ്. മറ്റു പ്രേക്ഷകർ മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കളുടെ പ്രതീക്ഷ എന്താണ്? അർജന്റീന ഇത്തവണ മെസ്സി കപ്പ് ഉയർത്തുമെന്നൊക്കെയാണ് അർജന്റീനൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്താവും ഇന്നത്തെ അവസ്ഥ? ഹലോ പറയൂ മുഹമ്മദ്. അർജന്റീന എന്ന് ജയിച്ചിട്ടില്ലെങ്കിൽ പുറത്തു പോകുന്നുള്ളതാ. അപ്പൊ അർജന്റീനക്കൊന്ന് നേരത്തൊക്കെ കളിച്ചിട്ട് പഴയ പുതിയ വെച്ച തോക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ പോലെ കുറെ മനുഷ്യന്മാരും നടക്കുന്നുണ്ട്, ജോലിയില്ലാതെയും ജോലിയില്ലൊക്കെ മറ്റേ മോദിയോട് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് ആറിത്തണത്തൊക്കെ ഒന്ന് കളിയൊക്കെ ഒന്ന് പഠിച്ചു തന്നെയാണ് പിന്നെ ആളെ കൂട്ടട്ടെ എന്നുള്ള എന്റെ അഭിപ്രായം. ഇപ്പോഴത്തെ കളിയോട് ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ ഇല്ലയോ? അല്ല, ജയിക്കാൻ കഴിയൂല എന്നുള്ള എന്റെ പ്രതീക്ഷ. അവർക്ക് അഡ്വൈറ്റ് ആച്ച. അപ്പൊ അതുകൊണ്ട് അതൊന്നും പാടില്ല. നേരത്തൊക്കെ കളിച്ച ശരി ജയിക്കാം എന്നുള്ളതാണ് അതിന്റെ. ശരി, മറ്റൊരു പ്രേക്ഷകർ കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും സിജോ ആണ്. സിജോയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ലോകത്തെമ്പാടും ആരാധകരുള്ള ഈ അർജന്റീനൻ ടീം ഇന്ന് വിജയിച്ച് പ്രീ ക്വാർട്ടർ കടന്ന് ഈ കപ്പിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ അർജന്റീന ജയിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്ന് പോളണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഡിഫെൻഡ് ചെയ്യുള്ളൂ. അവർക്ക് ഒരു പോയിന്റ് സമയലേക്ക് വേണ്ടി അവർ കളിക്കുള്ളൂ. അർജന്റീനയ്ക്ക് അത് ലാസ്റ്റ് ചാൻസ് ആണ്. അവര് സകല തന്ത്രങ്ങൾ എടുക്കും. തുടക്കത്തിൽ ഒരു ഗോൾ നേടാനായിരിക്കും. ഈ 90 മിനിറ്റ് ഒന്നും പിടിച്ചു നിൽക്കാൻ പോളണ്ടിനെ കൊണ്ട് പറ്റില്ല. കടന്ന് ആക്രമിക്കും. അതുകൊണ്ട് മെസ്സി ആയിരിക്കില്ല, വേറെ ഒരാളായിരിക്കും ഗോൾ അടിക്കണം. അവരുടെ കോച്ചിന് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അവിടെ അർജന്റീന ജയിക്കുന്നതാണ്. എന്നാലേ ലോകകപ്പ് മനോഹരമാവുള്ളൂ. ലോകകപ്പിന്റെ തുടർന്നുള്ള കളികൾ മനോഹരമാകാൻ അർജന്റീന ഇന്ന് ജയിക്കണം, ഭംഗി പോവും. ശരി, കടുത്ത അർജന്റീനൻ ആരാധകനാണെന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള സിജോ ആണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഡേവിഡ് വിജയ് ആണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്റെ നിഗമനത്തില് ഞാനൊരു കളിക്കാരനോ കോച്ചോ ഒന്നുമല്ല, പക്ഷെ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത് PT ഉഷയോ അല്ലെങ്കിൽ സുനിൽ ചോപ്രയെ പോലെ ഒന്നും ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കളിയല്ല ഇത്. ബോറിസ് ബെക്കറൊക്കെ പോലെ. അപ്പൊ മെസ്സി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഡിഫൻസ് ശക്തമല്ലാത്തതുകൊണ്ടാണെന്നാണ് എന്റെ നിഗമനം. സൗദി അറേബ്യ അതിന്റെ ഗോൾ കീപ്പറെ വരെ ഞാനൊരു ഡിഫൻഡറായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഡിഫൻസ് ശക്തമാക്കണം. അതിന് പകരം ഒരു വ്യക്തിയെ അർജന്റീന ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അർജന്റീനയുടെ പ്രതിരോധ നിര പണ്ടും വളരെ ദുർബലമായിരുന്നു. അപ്പോഴൊക്കെ അവർ വലിയ വിജയങ്ങൾ നേടിയപ്പോഴും ഒരു പേരുകേട്ട പ്രതിരോധ നിരയൊന്നും അല്ലല്ലോ അർജന്റീനയ്ക്ക് പണ്ടേ ഉള്ളത്. ഇന്നും പ്രതിരോധ നിര അതിലും ദുർബലമായി. എപ്പോഴും ദുർബലമായിട്ടുള്ള ഒരു പ്രതിരോധ നിര വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ചാൻസ് കിട്ടിയാൽ പോലും ഗോളടിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് സംശയമാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. ശരി, എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട്. പരവൂരിൽ നിന്നും ലിസ്മാൻ ആണ്. ശ്രീ ലിസ്മാൻ, താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അർജന്റീന ഇന്ന് ജയിച്ച് പ്രീ ക്വാർട്ടർ കടക്കുമോ?
ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. പക്ഷെ കളി അർജന്റീന തന്നെ ജയിക്കുള്ളൂ. എന്താണ് താങ്കൾ ഇത്ര ഉറപ്പിച്ചു പറയാനുള്ള കാരണം? കാരണം അർജന്റീനക്ക് ജയിച്ചത് തീരൂ, അല്ലെങ്കിൽ പ്രീ ക്വാർട്ടർ നഷ്ടപ്പെടും. അതുകൊണ്ട് ഏത് വിധേനയും അർജന്റീന കളിച്ചു ജയിക്കും തീർച്ചയായും. ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. യദു ആണ്. ശ്രീ യദു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മെസ്സിയെ പോലെ ഒരു ഇതിഹാസ താരം ഒരു വേൾഡ് കപ്പ് പോലും ഇല്ലാതെ വിരമിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മെസ്സി പോകാൻ സാധ്യതയുണ്ടോ? ഇത് അർജന്റീന ജയിക്കും. ഹലോ, താങ്കൾക്ക് പറയാം. താങ്കളുടെ ടി വി ശ്രദ്ധിക്കാതെ പൂർണ്ണമായും ഫോണിൽ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക. മെസ്സി ഇന്ന് കപ്പടിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. മെസ്സി ഇന്ന് ജയിക്കും, വേൾഡ് കപ്പ് അടിക്കും. ഉറപ്പാണ്? അത്ര വിശ്വാസമാണ് താങ്കൾക്ക് മെസ്സിയെ? മെസ്സിന് വിശ്വാസമുണ്ട്. മെസ്സി ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാനൊക്കെ പറ്റുമോ? മറ്റു കളിക്കാരുമെല്ലാം ഒത്തിണങ്ങി കളിക്കണ്ടേ? കളിക്കുമെന്ന് ഉറപ്പുണ്ട്. കഴിഞ്ഞ കളി അതിന്റെ ഒരിതാണ്. ആദ്യത്തെ കളി തോറ്റെങ്കിലും രണ്ടാമത്തെ കളി നല്ലോണം ജയിച്ചു, 2 ഗോളിന് ജയിച്ചു. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാസർഗോഡ് നിന്നും മനോജാണ്. ശ്രീ മനോജ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ലോകത്തെമ്പാടും ആരാധകരുള്ള അർജന്റീന മെസ്സി എന്ന ഒരു വലിയ ഫുട്ബോൾ മാന്ത്രികനൊക്കെ നയിക്കുകയാണ്. ഇത്തവണ അവർക്ക് കടന്നുകൂടാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. മെസ്സി എന്ന മാന്ത്രികൻ ഇന്ന് അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് എത്തിക്കും എന്നൊരു വിശ്വാസമാണ്. തീർച്ചയായും ഉറപ്പാണ്? തീർച്ചയായും 100%. എങ്ങനെയാണ് കപ്പ് കിട്ടാനൊക്കെ ഉള്ള സാധ്യത അർജന്റീനയ്ക്കുണ്ടോ? തീർച്ചയായും അതിന്റെ പ്രീ ക്വാർട്ടറിൽ കയറും. കപ്പ് മെസ്സി നേടിയിരിക്കും, ഉറപ്പാണ്. ശരി, എന്തായാലും മറ്റു പ്രശ്നം കൂടിയുണ്ട്. ചാലിശ്ശേരിയിൽ നിന്നും റോബർട്ടാണ്. ശ്രീ റോബർട്ട്, താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ അർജന്റീനിയൻ ടീമിന് ഇപ്പോഴത്തെ നിലയിൽ, ഇപ്പോഴത്തെ ഇതുവരെയുള്ള കളി കണ്ടുകൊണ്ട് തോന്നുന്നത് അവർക്ക് ഇനി ഈ കളിയും ജയിച്ച് കപ്പൊക്കെ നേടാൻ കഴിയുമോ? തീർച്ചയായിട്ടും അവർ ഇന്ന് ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ കാണുന്നത്. കാരണം അവർ ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും അവരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും അർജന്റീനയുടെ ഫുൾ ഫോമിലായിരിക്കും എന്ന് അറിഞ്ഞ അത് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്. അർജന്റീന കഴിഞ്ഞ കളിയിലടക്കം ആദ്യ ഹാഫിൽ ഒരു ഗോൾ പോലും അവർക്ക് അടിക്കാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് സൗദി അറേബ്യയുമായി പരാജയപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള അർജന്റീനയാണ്. പക്ഷെ എങ്ങനെയായാലും മറഡോണ കളിച്ച കാലം മുതൽക്ക് അർജന്റീനയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഓരോ കളികൾ കഴിയുന്തോറും ഓരോ കളികളിൽ നിന്നും മെച്ചപ്പെട്ട് അവരെ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അർജന്റീനയ്ക്കുള്ളത്. അത് ഇപ്രാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ കോച്ച് അത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്റെ വിശ്വാസം. എവിടെ നിന്നും തിരിച്ചു വരാനുള്ള ശേഷി ഈ രാജ്യത്തിനുണ്ടല്ലേ? തീർച്ചയായിട്ടും. ശരി, മറ്റൊരു പ്രശ്നം കൂടെ തൃശ്ശൂരിൽ നിന്നും ഉണ്ണിയാണ്. ഉണ്ണി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അർജന്റീനയ്ക്ക് ഇന്ന് പോളണ്ടിനെ മറികടന്ന് പ്രീ ക്വാർട്ടറിലെത്താൻ കഴിയുമോ? ഉണ്ണിയല്ല, മറ്റൊരു പ്രശ്നമുള്ള ഫെബി ജോൺ ആണ്. ഫെബി ജോൺ, താങ്കൾക്ക് പറയാം. അർജന്റീന ആദ്യത്തെ കളി തോറ്റു. രണ്ടാമത്തെ ഇനി അങ്ങോട്ട് അവർ ഈ കളിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ, ഇപ്പൊ ജയിച്ചെങ്കിലും ഈ കളി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് നമുക്ക് ഈ ക്വാർട്ടർ മത്സരത്തിൽ തന്നെ അവർ പുറത്തു പോകുന്ന നമുക്ക് തോന്നുന്നത്. കാരണം ആക്ച്വലി കൂടെ പാകപ്പെടാനുണ്ട് ഇവര്. നമ്മൾ അർജന്റീന ഫാനാണ്. പക്ഷെ പാവപ്പെട്ട ടീം എന്ന നിലയ്ക്ക് ഒരു മികച്ച രീതിയിൽ കളിക്കാൻ അവർ കഴിയുന്നില്ല എന്നാണോ? മെസ്സിയൊക്കെ കളിക്കുന്നുണ്ട്. അവര് ഓഫ് ആണ് ഫുള്ള് കളിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റൈലില് കൈ വിരലിന്റെ അറ്റം പോലും അപ്പുറത്ത് പോയാൽ അത് ഓഫ് സൈഡ് ആവും. അതാണ് അവരത് നോക്കുന്നില്ല. കാരണം ആദ്യത്തെ 3 ഗോളും നല്ല ഗോളാണ്. അവർക്ക് പറ്റിയത് ഒരു ചെറിയൊരു ഇതാണ് ഫൗള്, അല്ല ഓഫ് സൈഡാണ്. ചെറിയൊരു ഓഫ് സൈഡാണ് നമുക്ക് ഇപ്പൊ പറ്റിയത്. അത് നോക്കി കളിക്കുവാണെങ്കിൽ, അത് മാത്രമല്ല ഇപ്പോഴത്തെ വേറെയുള്ള ടീമാണെങ്കിൽ നല്ല ഉഗ്രം കളിയാണ് കളിച്ചോട് നമ്മളിപ്പോ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ കാണുന്നത്. ശരി, ഒത്തിരി കൂടെ ആവാനുണ്ട്, ഒത്തിരി കൂടെ. കാരണം നമുക്ക് ഫൈനലി വരണമെന്നാണ് താല്പര്യം. ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്തിരി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ശരി, മറ്റൊരു പ്രശ്നമുണ്ട്. റോയി ആണ് തൊടുപുഴയിൽ നിന്നും. ശ്രീ റോയി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അർജന്റീനയ്ക്ക് ഈ പോളണ്ടിനെയൊക്കെ മറികടന്ന്, മറ്റു രാജ്യങ്ങളെയൊക്കെ മറികടന്ന് കപ്പിൽ ഉയർത്തി തന്നെ മെസ്സിക്ക് വിരമിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ തന്നെയാണ് എന്റെ ഉദ്ദേശം. അർജന്റീന കപ്പ് കൊണ്ടുപോകണമെന്നാണ് എന്റെ താല്പര്യം. പക്ഷെ പോളണ്ടിനോടാകുമ്പം അത്ര ഈസി ആയിട്ട് ജയിക്കാൻ സാധ്യത കുറവാണ്. പോളണ്ടിനോട് ഇന്ന് ജയിക്കാൻ അത്ര എളുപ്പമല്ല അല്ലേ? അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞത് മെസ്സിയോടൊപ്പം തന്നെ മറ്റ് എല്ലാ ടീമുകളും എല്ലാ സെറ്റായിട്ട് നിന്ന് കളിച്ചാൽ വിജയം ഉറപ്പാണ്. കഴിഞ്ഞ കളിയിൽ മെസ്സി ഗോൾ അടിച്ച ശേഷം കളിച്ച ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് അർജന്റീനയ്ക്ക് ആദ്യം മുതൽ തന്നെ മാറാൻ കഴിഞ്ഞാൽ വിജയിക്കാം അല്ലേ? ആ രീതി തന്നെ കളിച്ചാൽ വിജയിക്കാം.
ശരി, മറ്റു പ്രേക്ഷകനുണ്ട് കൊയിലാണ്ടിയിൽ നിന്നും റഷീദാണ്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ അർജന്റീനിയൻ ടീമിന് മെസ്സിക്ക് ഇത്തവണ കപ്പ് ഉയർത്താൻ കഴിയുമോ? കപ്പ് ഉയർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. പക്ഷേ അർജന്റീന ഇന്ന് ജയിച്ചേ മതിയാവും, ജയിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉറപ്പാണ്. പ്രീ ക്വാർട്ടറിലും സെമി ഫൈനൽ വരെ അർജന്റീന വരണം. എന്നാലേ ഖത്തറിന്റെ ആ വേൾഡ് കപ്പിന് ഒരു പൊലിമയില്ല. ഈ അർജന്റീന പുറത്തു പോയാൽ കളിക്കൊരു പൊലിമ നഷ്ടപ്പെടും. പക്ഷെ ഞാന് കൊണ്ടുവരുന്നത് പോലെയാണ് അപ്പോൾ അർജന്റീന. അതെ അതെ, ബ്രസീല് കപ്പ് ഉയർത്തണം, നെയ്മർ കപ്പ് ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രസീൽ ഫാനാണ് ഞാൻ. പക്ഷെ അർജന്റീന കളിയിൽ ഉണ്ടാവുകയും വേണം, അർജന്റീന ഉണ്ടാവുകയും വേണം. കപ്പ് ഉയർത്തുകയും ബ്രസീലും അർജന്റീന കളിയിൽ ലാസ്റ്റ് വരെ ഉണ്ടാവുകയും വേണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, എന്തായാലും കൊള്ളാം. രണ്ട് പ്രമുഖ രാജ്യങ്ങളുടെ ആരാധകർ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് രാജ്യങ്ങളാണ് അർജന്റീനയും ബ്രസീലും. എന്തായാലും അവർ രണ്ടുപേരും ഫൈനലിലേക്ക് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ചർച്ച തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നായ അർജന്റീന ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സുരേഷാണ് അടുത്ത പ്രേക്ഷകനായി എത്തുന്നത്. സുരേഷ്, എങ്ങനെയാണ് അർജന്റീനയ്ക്ക് ഇത്തവണ, മെസ്സിക്ക് ഇത്തവണ കപ്പ് ഉയർത്താൻ കഴിയുമോ? ഇന്ന് സാറ് അർജന്റീന എന്തായാലും ഒരു 3 ഗോളിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഗോൾ എണ്ണമൊക്കെ പറഞ്ഞാണ് വിജയം അല്ലേ? എന്തായാലും ഇന്ന് ജയിക്കും. ഒരു കളി ആദ്യത്തെ തോൽവിയായിട്ട് നമ്മുടെ നാട്ടിലൊരു ചെക്കൻ കരഞ്ഞിട്ട് ആകെ ചെക്കൻ ഇപ്പൊ അടുത്തേക്ക് പോയിട്ട് ഇന്നത്തെ കളി കാണാൻ വേണ്ടിട്ട്. ആ ഒരു മെന്റൽ ബ്ലോക്ക് അർജന്റീനയ്ക്ക് മാറിയെന്നാണ് താങ്കൾ പറയുന്നത്? ആ മെന്റൽ ബ്ലോക്ക് അതിനോടെല്ലാം മാറി എന്തായാലും ഇന്ന് ജയിക്കും. ഫൈനലിൽ ബ്രസീലും അർജന്റീന ആയിരിക്കും ഇപ്രാവശ്യം. പിന്നെ മെസ്സിക്ക് കപ്പ് എന്തായാലും ഷുവർ 100% ഉറപ്പാണ് ഇപ്രാവശ്യം. അതുകൊണ്ട് നല്ല ഒരു അടിപൊളി കളി ഇന്ന് പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും താങ്കൾ ഒരു തികഞ്ഞ അർജന്റീനിയൻ ഫാൻ ആണെന്ന് തോന്നുന്നു. മറ്റ് പ്രേക്ഷകൻ കൂടിയുണ്ട്, വിജിത്താണ് കോഴിക്കോട് നിന്നും. വിജിത്ത്, താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇന്ന് മറികടന്ന് ഇനി വരാൻ പോകുന്ന വമ്പൻ ടീമുകളൊക്കെ മറികടന്ന് അർജന്റീനയ്ക്കും മെസ്സിക്കും കപ്പ് ഉയർത്താൻ കഴിയുമോ? ഇന്ന് എന്തായാലും അർജന്റീന ജയിക്കും. പോളണ്ടിനെ 3-1 തോൽപ്പിക്കും. ഫസ്റ്റ് ഹാഫിൽ തന്നെ വിധി എഴുതും. ഫസ്റ്റ് ഹാഫിൽ തന്നെ വിധി എഴുതും. ഫസ്റ്റ് ഹാഫിൽ തന്നെ വിധി ചെയ്തു. കഴിഞ്ഞ കളിയിലൊക്കെ ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ അർജന്റീന ആക്രമണം നടത്താതെ പ്രതിരോധത്തിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ഗോൾ അടിച്ചതിന് ശേഷമാണ് അവരൊരു ഫുൾ സ്വിംഗിൽ കളി തന്നെ തുടങ്ങിയത്. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ ഇന്ന് വിധി ആവും. 3-1 അർജന്റീന ജയിക്കും. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സച്ചിനാണ്. ശ്രീ സച്ചിൻ, താങ്കളുടെ പ്രതീക്ഷ എന്താണ്? സ്കലോണി ടീമിൽ നല്ല വിശ്വാസമുണ്ട്, കളി ജയിക്കും. കളി ജയിക്കും വിശ്വാസമാണ്. ഫൈനലിൽ മെസ്സി തന്നെ കപ്പ് ഉയർത്തും. ഇതേ ടീം തന്നെയാണ് സൗദി അറേബ്യയോട് പരാജയപ്പെട്ടത്. ദുർബലമായ ഒരു ടീമായിരുന്നു അവരോട് പരാജയപ്പെട്ടത്. ആ കളിയല്ല രണ്ടാമത്തെ കളി കളിച്ചത്. കളിയൊക്കെ മാറിയില്ലേ? കളി മാറിക്കഴിഞ്ഞു. ഇനി ആ മുന്നോട്ടുള്ള കളിയെല്ലാം അങ്ങനെ തന്നെ ആവും അല്ലേ? ഇനിയാണ് കളി. അപ്പൊ അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്, ജോയലാണ്. ശ്രീ ജോയൽ, താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മെസ്സിക്ക് തന്റെ ഇടംകാലുകൊണ്ട് മാന്ത്രിക കാണിക്കാൻ കഴിയുമോ? ഇന്ന് കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ജയിക്കും. ഉറപ്പായിട്ട് ഇന്ന് ജയിക്കും. പക്ഷെ കപ്പ് കിട്ടുമെന്നുള്ള സാധ്യത സംശയിക്കും. അതെന്താണ് താങ്കൾക്ക് ഇന്ന് ജയിക്കുമെന്ന് ഉറപ്പുണ്ട്, പിന്നീട് കപ്പ് കിട്ടുമെന്നൊരു സാധ്യതയിൽ ആശങ്കയുള്ളത്? ബ്രസീലൊക്കെ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. അതുപോലത്തെ കളിയാണ് കളിക്കുന്നത്. ബ്രസീലാണോ പ്രധാനപ്പെട്ട എതിരാളി? ബ്രസീലാവാനാണ് സാധ്യത കൂടുതൽ. ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് ജയിക്കുമെന്ന് താങ്കൾക്ക് കുറച്ച് വിശ്വാസമാണ്? ഇന്ന് ജയിക്കണമെന്നാണ് വിശ്വാസം. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, സുൽഫിക്കറാണ്. ശ്രീ സുൽഫിക്കർ, താങ്കളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? മെസ്സിക്ക് ഒരു കപ്പോടുകൂടി വിരമിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇപ്രാവശ്യം മെസ്സി നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ, ഈ ലോകത്തിലുള്ള ഓരോ അർജന്റീന താരങ്ങളുടെയും പ്രതീക്ഷ നിലനിർത്തും. ഓരോ അർജന്റീന ആരാധകരെയും വിശ്വാസത്തിൽ എടുത്തിട്ട് ആണ് ഞങ്ങൾ ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ 36 വിജയം തുടർച്ചയായിട്ട് വിജയിച്ചിരിക്കുന്ന ടീമായിരുന്നു അർജന്റീന. അതില് സൗദി അറേബ്യയോട് ഒന്ന് പരാജയപ്പെട്ടത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതുകൊണ്ട് ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ ആ ടീമിന് സാധിക്കും എന്നുള്ള, ഏത് ദുർബലരോടും പരാജയപ്പെടാമെന്നൊരു പാഠം പഠിച്ചു എന്നൊക്കെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒന്നുകൂടി ഉയർത്തെഴുന്നേൽക്കാനാണ്. മെസ്സി എപ്പോഴും അങ്ങനെയാണല്ലോ, ഉയർത്തെഴുന്നേൽപ്പാണല്ലോ. അത് മെസ്സിയിലൂടെ ഈ ടൂർണമെന്റ് തിരിച്ചു വരും. ഫൈനലിൽ കപ്പ് അടിച്ചിരിക്കും അർജന്റീന. മെസ്സി ആവും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും 100%. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, മനോജാണ്. ശ്രീ മനോജ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മെസ്സിയുടെ മാന്ത്രികതയിലൊക്കെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അർജന്റീന തോക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവര് കുറച്ചൊരു പണിക്ക് പോട്ടെന്ന് എല്ലാരും ഇതിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അർജന്റീന കളിക്കേണ്ടതുകൊണ്ടാണ് ആളുകൾ പണിക്ക് പോകാതെ
ടിവിയുടെ മുന്നിൽ കുത്തിയിരിക്കുന്നത്. അർജന്റീന പോലെ ഇത്രയും വേണ്ടത് അതിനേക്കാളും കളിക്കുന്ന ടീം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ അർജന്റീന തോറ്റാ കുറച്ച് പേര് പണിക്ക് പോയിട്ട് കുടുംബം നന്നാവും. അതുകൊണ്ട് അർജന്റീന തോക്കണം. മറ്റേ ജനങ്ങളെ പണിക്ക് പോകാൻ വേണ്ടി അർജന്റീന നോക്കട്ടെ എന്നുള്ള അഭിപ്രായം. എന്തായാലും കൊള്ളാം. കോഴഞ്ചേരിയിൽ നിന്നും മനോജാണ്. മറ്റ് പ്രേക്ഷകരുണ്ട്. കെ ബി നായരാണ്. ശ്രീ കെ ബി നായർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അർജന്റീനയ്ക്ക് ഇന്ന് വിജയിച്ചു കയറാൻ കഴിയുമോ? അഫ്കോഴ്സ് ഞാനൊരു മെസ്സി ഫാൻ തന്നെയാണ്. പക്ഷേ ഇന്ന് അർജന്റീന ജയിക്കുകയും ചെയ്യും. എത്ര ഗോളെന്ന് എന്നോട് ചോദിക്കുന്നത് ജയിക്കും. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അൺഫോർച്ചുനേറ്റ്ലി കപ്പ് ഉയർത്താൻ പോകുന്നത് അർജന്റീനയോ ബ്രസീലോ അല്ല. എയ്തർ ഇംഗ്ലണ്ട് ഓർ പോർച്ചുഗൽ. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഔട്ട്. എന്താണ് താങ്കൾ ഇംഗ്ലണ്ടിന്റെയും പോർച്ചുഗലിന്റെയും കാര്യത്തിൽ ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം? നമുക്ക് എന്റെ പ്രഡിക്ഷൻ ആണല്ലോ ഇന്നത്തെ ഈ ചോദ്യമേ പ്രഡിക്ഷൻ ആണല്ലോ. എന്റെ ഒരു പ്രഡിക്ഷൻ. ഓക്കെ, ശരി. എന്തായാലും താങ്കളുടെ പ്രഡിക്ഷൻ അത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഹംസയാണ്. ശ്രീ ഹംസ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അർജന്റീനയ്ക്ക് ഇന്ന് ജയിക്കാനും മെസ്സിക്ക് ഒടുവിൽ ഡിസംബർ 18 കപ്പ് ഉയർത്താനും ഒക്കെ കഴിയുമോ? ശ്രീ ഹംസ പറയൂ. ഹംസ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറയൂ. ഹലോ ഹംസ, പറയാം. ടിവിയിൽ ശ്രദ്ധിക്കണ്ട. ഹലോ ഹംസ, താങ്കൾക്ക് പറയാം. ദയവായി മറ്റ് പ്രേക്ഷകർ കൂടി ശ്രദ്ധിക്കുക. ടിവിയിൽ ശ്രദ്ധിച്ചുകൊണ്ടല്ല മറുപടി പറയേണ്ടത്. ഫോണും ടിവിയിൽ തമ്മിൽ ചെറിയ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിൽ ശ്രദ്ധിച്ച് മറുപടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സംപ്രേഷണം ചെയ്യാൻ കഴിയൂ. മറ്റു പ്രേക്ഷകനുണ്ട്, അബ്ദുൾ സമദാണ്. ശ്രീ അബ്ദുൾ സമദ്, താങ്കളുടെ പ്രതീക്ഷ എന്താണ്? കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് രാജ്യമാണ് അർജന്റീനയും ബ്രസീലും ഒക്കെ. ഈ അർജന്റീനയ്ക്ക് ആദ്യ കളിയിൽ തന്നെ പരാജയം, രണ്ടാം കളിയിൽ ജയിച്ചു. ഇന്ന് ജയിച്ച് പ്രീ ക്വാർട്ടർ കടക്കാനും കപ്പിലേക്ക് പോകാനും ഒക്കെ കഴിയുമോ? ഇന്ന് പോളണ്ട് പ്രതിരോധത്തിലൂന്നി കളിക്കുകയാണെങ്കിൽ അർജന്റീന ജയിക്കും. കളിച്ചാൽ ജയിക്കും. അതല്ല പോളണ്ടിന്റെ സ്വന്തം ശൈലിയിലാണ് കളിക്കുന്നത് വെച്ചാൽ ഇന്ന് സമനില വരും. ഇന്ന് സമനിലയായി കഴിഞ്ഞാൽ പിന്നെ സൗദി മെക്സിക്കോ മത്സരത്തിന്റെ ഫലത്തിനെയൊക്കെ ആശ്രയിച്ച് കണക്കൊക്കെ കൂട്ടി വേണം, ഗോൾ ശരാശരി കൂട്ടി വേണം. രണ്ടാം റൗണ്ടിലേക്ക് രണ്ടാം സ്ഥാനക്കാരായിട്ട് അർജന്റീന കയറാൻ സാധ്യതയുണ്ട്. ഫ്രാൻസിന്റെ മുന്നിലേക്കാണ് രണ്ടാം റൗണ്ടിലേക്ക് വരിക. പക്ഷെ അങ്ങനെ ആയാൽ ഇവിടെ മെക്സിക്കോയും സൗദി അറേബ്യയും തമ്മിലുള്ള കളിയിൽ മെക്സിക്കോ വലിയ മാർജിനിലൊക്കെ ജയിച്ചാൽ പ്രയാസമാവില്ല. അല്ലെങ്കിൽ മെക്സിക്കോ സൗദി മത്സരം വലിയ മാർജിനിൽ ജയിക്കാൻ സാധ്യതയില്ല. 2-1 അല്ലെങ്കിൽ അതും സമനിലയൊക്കെ വരാനാണ് സാധ്യത. അപ്പോഴും താങ്കൾ ഈ കളി ജയിച്ചില്ലെങ്കിലും അടുത്ത റൗണ്ടിൽ കയറാമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ടല്ലേ? അതായാലും അർജന്റീന ജയിക്കാൻ തന്നെയാണ് സാധ്യത. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, നിലമ്പൂരിൽ നിന്ന് ബാലനാണ്. ശ്രീ ബാലൻ, താങ്കളുടെ പ്രതീക്ഷ എന്താണ്? സാറേ, ഞാൻ പറയുന്നത് അർജന്റീന ജയിക്കുന്നുള്ളൊരു കമ്പക്കാരനാണ് ഞാൻ. ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആരും നിസ്സാരാക്കി കാണാതെ പോളിനെ നിസ്സാരായി കാണാതെ അത് കാണിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പില് സൗദി അറേബ്യ തോൽപ്പിച്ചു എന്നില്ലാണ്. അപ്പൊ നമുക്ക് നല്ലോണം ശ്രദ്ധിക്കണം എന്നില്ലാണ്. ജയിക്കും, അർജന്റീന ജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. പക്ഷെ സൗദി അറേബ്യ അവരാണ് തോൽപ്പിച്ചത്. സാറേ, 3 കളിച്ച് 4 കളിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ജയിക്കണം എന്നാണ്. പക്ഷെ അവരൊക്കെ ജയിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നന്നായി കളിച്ചാൽ അർജന്റീനയ്ക്ക് ജയിക്കാൻ കഴിയും. അങ്ങനെ പറയാൻ പറ്റും. എവിടെയാണ് ഈ അർജന്റീനയ്ക്ക് ഭരിക്കുന്നത്? അതെ, അതാ പറയണത്. നമ്മൾ ആരും മോശമായിട്ട് നമ്മളെ പോലെ തന്നെ പൊതുവെ പോലത്തെ ടീം തന്നെയാണ് അപ്പുറത്തുള്ളതും എന്ന് നമ്മൾ കരുതണം എല്ലാവരും. ശരി, മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്, പാർവണയാണ്. പാർവണ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ന് അർജന്റീന ജയിക്കുകയും ഒടുവിൽ മെസ്സി ഡിസംബർ 18 കപ്പ് ഉയർത്തുകയും ഒക്കെ ചെയ്യുമോ? അർജന്റീന ജയിക്കും, ഉറപ്പാണോ? മെസ്സി ഗോൾ അടിക്കോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാർവണ? ഏത് ക്ലാസ്സിലാണ്? 4-ലാ. അർജന്റീനയുടെ ആരാധകയാണോ? അപ്പൊ മെസ്സി കപ്പ് ഉയർത്തുമെന്നാണ് പറയുന്നത്. ശരി, എന്തായാലും പാർവണയുടെ ആഗ്രഹം നടക്കട്ടെ. മെസ്സി കപ്പ് ഉയർത്തുമെന്നാണ് പറയുന്നത് പാർവണ. എന്തായാലും വിളിച്ച പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷവും അർജന്റീന ഇന്ന് ജയിക്കും, മെസ്സി ഡിസംബർ 18 കപ്പ് ഉയർത്തും എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് പങ്കുവച്ചത്. എന്നാൽ ചിലരെങ്കിലും ഇപ്പോഴത്തെ അർജന്റീനയുടെ കളി വെച്ച് ഇത്തരം ഒരു പ്രതീക്ഷയ്ക്ക് പ്രായോഗികമായി നടക്കുമോ എന്നുള്ള ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ മറ്റു വിഷയമായി ന്യൂസ് 18 പൊതുവേദി ഇതേ സമയം.